സമയം വൈകലിലും റദ്ദാക്കലിലും പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് സൗദിയിൽ തിരിച്ചടി. എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നുൾപ്പെടെ നഷ്ടപരിഹാരം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. വിമാന ടിക്കറ്റ് നിരക്ക് റീഫണ്ടിന് പുറമെ 1.5 ഇരട്ടിയോളം നഷ്ടപരിഹാരമാണ് പ്രവാസികൾ വാങ്ങിയെടുക്കുന്നത്. സൗദിയിലെ സിവിൽ ഏവിയേഷൻ നിയമത്തിലെ ലളിതമായ നടപടിക്രമങ്ങളാണ് ഇതിന് തുണയാകുന്നത്. ഇന്ത്യയിലെ നിയമമനുസരിച്ച് വിമാനം വൈകിയാൽ ഭക്ഷണവും സൗകര്യങ്ങളും മതി. സൗദിയിൽ പക്ഷേ സൗകര്യങ്ങൾക്ക് പുറമെ വൈകുന്ന ഓരോ മണിക്കൂറിനും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. അഫ്താബ് റഹ്മാനോട് വിശദാംശങ്ങൾ നൽകാനായി. അഫ്താബ്, ഇത് ഏത് നിയമപ്രകാരമാണ് ഇത്തരത്തിൽ യാത്രക്കാർ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നത്? ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾക്ക് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നത്? എന്താണ് കണക്കുകൾ? ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദിയിലെ സിവിൽ ഏവിയേഷൻ നിയമമാണ് ഇതിൽ പ്രവാസികൾക്ക് വലിയ കൂട്ടായി മാറുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ നടക്കും സർവീസ് നടത്തുന്ന പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ, പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ പല തവണ വിമാനം റദ്ദാക്കുകയും ഒപ്പം തന്നെ വൈകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർക്കതിന് പല ന്യായങ്ങളും ഉണ്ടാകും. പക്ഷേ സൗദിയിലെ നിയമം അനുസരിച്ച് എന്ത് കാരണത്താലാണെങ്കിലും വൈകുന്ന ഓരോ മണിക്കൂറിനും ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഇവിടെയുള്ള നിയമം. ഈ നിയമമാണ് ഇപ്പോൾ പ്രവാസികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ കേട്ടത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്തിയ പ്രവാസികളുടെ പ്രതികരണമാണ്. ഇങ്ങനെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചട്ടം എന്ന് പറയുന്നത്, വിമാനത്തിന് ടിക്കറ്റ് എടുത്തത് ഒരാൾ ഇപ്പോൾ 2 മാസം മുമ്പ് ടിക്കറ്റ് എടുത്താൽ പോലും 2 മാസം മുമ്പേ തന്നെ വിമാനം റദ്ദാക്കിയാൽ പോലും അയാൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുമുണ്ടാകുന്ന സാധാരണ രീതി എന്ന് പറയുന്നത് 24 മണിക്കൂറിനകം വിമാനം റദ്ദാകുന്ന സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിൽ 1.5 ഇരട്ടി നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് പറയുന്ന പ്രധാനപ്പെട്ട ചട്ടം. ഒരു ഉദാഹരണത്തിന് 10,000 രൂപക്കാണ് ഒരാൾ ടിക്കറ്റ് എടുത്തത് എങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ അയാൾക്ക് 25,000 രൂപ എന്ന് വെച്ചാൽ 10,000 രൂപ ടിക്കറ്റിന്റെ ചാർജും 15,000 രൂപ 150 പോയിന്റ് നഷ്ടപരിഹാരം ഉൾപ്പെടെ 25,000 രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നുള്ളതാണ് ഇവിടെയുള്ള ചട്ടം പറയുന്നത്. എന്ന് മാത്രമല്ല, സാധാരണ രീതിയിൽ ഇന്ത്യയിലുള്ള നിയമത്തിൽ ഒരു വിമാന യാത്രക്കാരന് വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ സാധാരണ ചെയ്യുന്ന രീതി അവരെ ഹോട്ടലിലേക്ക് മാറ്റുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഇത് സൗദിയിലും ചെയ്യണം. പക്ഷേ സൗദിയിൽ ചെയ്യുമ്പോൾ ഇത് ഭക്ഷണവും സൗകര്യം ഒരുക്കിയതിന് പുറമെ ഈ പണം കൂടി അവർക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വിമാന കമ്പനികൾ ചെയ്യാറുള്ള സാധാരണ രീതി എന്ന് പറയുന്നത്, അവർ എടുത്ത ടിക്കറ്റിന് സമാനമായ തുകക്കുള്ള ഒരു വൗച്ചർ അവർക്ക് അതേ തുകക്ക്, ഇപ്പൊ 1000 റിയാലിനാണ് ഒരാൾ ടിക്കറ്റ് എടുത്തതെങ്കിൽ 1000 റിയാലിന്റെ വൗച്ചർ നൽകുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന രീതി. പക്ഷേ സൗദിയിൽ നിയമം അനുസരിച്ച് അത് പോരാ. അവർക്ക് എത്രയാണോ നിയമം അനുശാസിക്കുന്ന നഷ്ടപരിഹാരം അതിനായി അവർക്ക് കൊടുക്കണം. എന്ന് മാത്രമല്ല, ഒരു ഉപഭോക്താവ് അത് പണമായി ആവശ്യപ്പെട്ടാൽ പണമായി തന്നെ നൽകണമെന്നതും ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനത്തിൽ 200 പേർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 170 പേർ വന്നു കഴിഞ്ഞാൽ ആ 170 പേർക്കും ഇതേപോലെ തന്നെ വിമാന കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഈ തരത്തിൽ വലിയ തോതിൽ പ്രവാസികൾ ഇപ്പോൾ ഈ തരത്തിൽ ഈ നിയമത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിമാന കമ്പനികൾക്കെതിരെ നീങ്ങുന്നുണ്ട്. അത് വലിയ തോതിൽ വിമാന കമ്പനികൾക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കും. എന്ന് മാത്രമല്ല, സമയത്തിന് പുറപ്പെടാനും ഒപ്പം തന്നെ വിമാനം റദ്ദാക്കുന്ന രീതികൾ അവസാനിപ്പിക്കാനും ഒരു പക്ഷേ ഈ നിയമം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇതോടൊപ്പം തന്നെ ബാഗേജ് വൈകുക, ഒപ്പം തന്നെ ബാഗേജ് നഷ്ടപ്പെടുക, ഇത്തരം സമയങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 1,00,000 രൂപക്ക് മുകളിൽ, ഏതാണ്ട് 6,000 റിയാലിന് മുകളിലാണ് സൗദിയിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം. ഇത് സൗദിയിലേക്ക് വരുന്ന വിമാനങ്ങൾക്കും സൗദിയിൽ നിന്ന് മടങ്ങി പോകുന്ന വിമാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ വിമാനങ്ങൾക്കും ബാധകമാണ്. പക്ഷേ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാധാരണഗതിയിൽ വിമാന കമ്പനികൾ പറയുന്ന ഒരു ന്യായം, DGCA റൂൾ അനുസരിച്ച്, അതായത് ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു നിയമം അനുസരിച്ച് അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്നാണ് സാധാരണഗതിയിൽ അവർ നൽകുന്ന മറുപടി. പക്ഷെ സൗദിയിലെ വ്യോമയാന മന്ത്രാലയത്തിൽ പരാതി നൽകിയാൽ ആ വിമാനം സൗദിയിലേക്ക് വന്നതോ അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് തിരിച്ചു പോയതോ ആണെങ്കിൽ ആ വിമാന കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്താൽ 7 ദിവസത്തിനകം തന്നെ അതിൽ മറുപടി വരും. ഇതിൽ ആദ്യം പ്രവാസികൾ ചെയ്യേണ്ട ഒരു കാര്യം വിമാന കമ്പനിക്ക് നേരിട്ട് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. വിമാന കമ്പനിക്ക് വാട്സാപ്പ് മുഖേനയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിനകത്ത് ഒരു മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുവഴിയോ അവരുടെ കംപ്ലൈന്റ് റൈസ് ചെയ്യാം. അപ്പോൾ ഒരു കംപ്ലൈന്റ് നമ്പർ കിട്ടും. ആ കംപ്ലൈന്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ നഷ്ടപരിഹാരം അത് ക്ലെയിം ചെയ്യാം. അത് വിമാന കമ്പനി നിരസിച്ചാൽ നേരെ നമുക്ക് സൗദിയിലെ വ്യോമയാന മന്ത്രാലയത്തിൽ ഗാക്കയിലേക്ക് പോവുകയും ഗാക്കയിലേക്ക് ഈ കംപ്ലൈന്റ് നമ്പർ ഉൾപ്പെടെ കൊടുക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയും ചെയ്താൽ ഒരാഴ്ചക്കകം അതിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നേരത്തെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ പറയുന്ന ഒരു പ്രവാസി മലയാളി അദ്ദേഹത്തിന് വൗച്ചറാണ് നൽകിയത്, അദ്ദേഹം പണമായി ആവശ്യപ്പെട്ട് ഇപ്പോൾ പണം നൽകാനുള്ള ഉത്തരവാണ് ഇതുപോലെ തന്നെ ഗാക്കയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ തരത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന, വലിയ തോതിൽ അവർക്ക് തങ്ങൾക്ക് പണി തന്ന വിമാന കമ്പനിക്ക് തിരിച്ച് ഒരു പണി കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമമായി ഗാക്കയുടെ റൂൾ പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.